സനാതനധർമ്മം ഇവിടെ നിന്നും തുടച്ചു നീക്കണം. ഉദയനിധി സ്റ്റാലിൻ. എൻ്റെ പൊന്നട ഉവേ, ഈ സനാതനധർമ്മം എന്താണെന്ന് ആരെങ്കിലും ഈ മറുതയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടേ. ഉദയനിധി സ്റ്റാലിനെ ഇയാളുടെ തലച്ചോറിനകത്ത് എന്തെങ്കിലും ശകലം ഒരു വെട്ട ഉദിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നേ. അളിയൻ്റെ വിചാരം എന്താണെന്നറിയാമോ? ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചില മതങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൊത്തം മുച്ചൂട് നശിപ്പിച്ചിട്ട് ആ മതം മാത്രം മതി, മറ്റു മതക്കാരെല്ലാം തട്ടിക്കളയുക എന്ന് പറയും. അങ്ങനെയുള്ള ചില മതങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഹിന്ദുമതം മാത്രം മതി, മറ്റു മതക്കാരെ എല്ലാം ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവരെല്ലാം കൺവേർട്ട് ചെയ്ത് ഹിന്ദുമതത്തിലോട്ടാക്കണം, എന്നിട്ട് ഹിന്ദുമതം മാത്രം മതി എന്ന് പറഞ്ഞ് എന്തോ ഒരു ധർമ്മമാണ് ഈ സനാതന ധർമ്മം എന്നാണ് അളിയൻ്റെ വിചാരം. ആരെങ്കിലും ഇയാളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. ഒന്നും അല്ലെങ്കിലും ജമനയും ഗ്രോക്കും ChatGPT ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തെങ്കിലും ഇരുന്ന് അടിച്ചു കൊടുത്ത് നോക്കി എന്താണ് സനാതന ധർമ്മം എന്ന്. ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയും മതവുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി നമ്മുടെ ഈ ഭൂമുഖത്തു നിന്നും ജാതിയും മതവും എല്ലാം പോയെന്ന് പറഞ്ഞാലും സനാതന ധർമ്മം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് സനാതന ധർമ്മം എന്ന് ഞാൻ പറയണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അല്ല വലിയ ഋഷിവൈര്യന്മാരൊക്കെ പറയുന്ന പോലെ രീതിയിലൊന്നും പറയത്തില്ല. നമ്മുടെ ഒരു സ്റ്റൈൽ അറിയാലോ, ആ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാം. ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അമ്മാതിരിയുള്ള ഉദാഹരണങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വസുദൈവ കുടുംബകം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതായത് ഈ ലോകം മുഴുവനും ഒരു കുടുംബം, അതായത് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും ഒരു കുടുംബമായിട്ട് കണക്കാക്കുന്നതാണ് വസുദൈവ കുടുംബകം. സകല ജീവജാലങ്ങളോടും കരുണയും മറ്റും കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പട്ടി വിശന്ന് വരുന്നു, അതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പാവല്ലേ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തൊക്കെ കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാവുകൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പുകളെ സംരക്ഷിക്കുന്നു. അങ്ങനെ സകല ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്നു. പണ്ട് കണ്ടിട്ടുണ്ടോ, ഏതാ ചില പല്ലിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോലും ഈ നമ്മൾ കയ്യിൽ മാവൊക്കെ കുഴച്ചിട്ട് ഭിത്തിയിൽ ഇങ്ങനെ പതിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കുടുംബങ്ങളിലൊക്കെ. അതുമെല്ലാം ഈ സനാതന ധർമ്മത്തിൽപ്പെട്ടതാണ്. സർവ്വജീവജാലങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ച് മുന്നോട്ട് പോവുക. പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന് മാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കത്തില്ല. പ്രകൃതി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർവ്വ ജീവജാലങ്ങളും വേണം. എല്ലാത്തിനെയും സ്നേഹിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോവുക. അതും ഈ സനാതന ധർമ്മത്തിൽ പെട്ടതാണ്. ഇനി മനുഷ്യ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം ബാല്യം മുതൽ പഠനം അവസാനിക്കുന്നിടം വരെയാണ്. അതായത് വിദ്യ നേടുക, പിന്നെ സ്വയം അച്ചടക്കം പാലിക്കുക, അതായത് ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം, അതായത് സിവിക് സെൻസ്. അടുത്തത് ഗൃഹസ്ഥാശ്രമം. പഠനത്തിന് ശേഷം വിവാഹം കഴിക്കുക, കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന കാലഘട്ടം. കുടുംബത്തെ നോക്കുക, സമ്പാദിക്കുക, സാമൂഹിക പ്രതിബദ്ധതകൾ നിറവേറ്റുക എന്നതാണ് കടമകൾ. അടുത്തത് വാനപ്രസ്ഥം. മക്കൾ മുതിർന്ന് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ ശേഷം ലൗകിക ജീവിതത്തിൽ നിന്നും പിൻവാങ്ങി കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടം. അടുത്തത് സന്യാസം. ലൗകികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഈശ്വര ചിന്തയിലും മോക്ഷപ്രാപ്തിയിലേക്കും കടക്കുന്ന അവസാന ഘട്ടം. ഈ 4 ഘട്ടങ്ങൾക്കുള്ളിൽ വെച്ചാണല്ലോ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നതും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും, അതായത് മാതാപിതാ ഗുരു ദൈവം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതെല്ലാം ഈ 4 ഘട്ടങ്ങൾക്കുള്ളിൽ വെച്ചാണ്. ഇതൊന്നും വേണ്ടെന്നാണോ ഈ സ്റ്റാലിൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത്, ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത്? പിന്നെ സനാതന ധർമ്മത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതും വേണ്ടെന്ന് ഉദയനിധി സ്റ്റാലിൻ പറയുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതായത് ഏകപത്നി വ്രതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അവരിൽ കുട്ടികളുണ്ടാകുന്നു, ആ കുട്ടികളുമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്ലാതെ കണ്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു കൺസെപ്റ്റ്. അത് നേരെ തിരിച്ചും, അതായത് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു പുരുഷനെ മാത്രമായിട്ട് ബന്ധം സ്ഥാപിക്കുക, കുട്ടികളുണ്ടാവുക, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊരു കൺസെപ്റ്റാണ്. കുടുംബം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അറിയാലോ. അപ്പോൾ ഇതുമെല്ലാം ഈ സനാതന ധർമ്മത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇതും വേണ്ടെന്നാണോ ഉദയനിധി സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും ബഹുമാനത്തോടെയും പെരുമാറുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളതും എല്ലാം ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അല്ലാതെ കണ്ട് ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ കുത്തകയല്ല. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ വരെ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അവൻ കുടുംബപരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നുണ്ടോ, സർവ്വ ജീവജാലങ്ങളോടും സ്നേഹത്തോട് കൂടിയിട്ടും എല്ലാം പെരുമാറുന്നുണ്ടോ, ഇതെല്ലാം സനാതന ധർമ്മത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണോ ഈ സനാതന ധർമ്മം തുടച്ചു നീക്കുക എന്നുള്ളത് കൊണ്ട് ഈ ഉദയനിധി സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം.